കണ്ണൂർ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ ഇരിട്ടിയിലെ പര്യടനത്തിനിടയിൽ എസ്.ടി കോളനിയിൽ കണ്ടത് ദയനീയ കാഴ്ച. ഇരിട്ടിയിലെ കൊരഞ്ഞി എസ്.ടി കോളനിയിൽ എത്തിയ എൻ.ഡി.എ സ്ഥാനാർത്ഥിയോട് കോളനിക്കാർ തങ്ങളുടെ ദുരവസ്ഥ പങ്കുവച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കോളനിക്കാർ ആരോട് പരാതി പറയുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടുകളാണ് ചുറ്റുമുള്ളത്. 15 വർഷത്തിലേറെയായി നിർമ്മിച്ചിട്ടുള്ള ചെറുവീടുകൾ ഇടിഞ്ഞു വീഴാറായി. ചില വീടുകൾക്കാകട്ടെ വാതിലുകളുമില്ല. കോളനിയിലേക്ക് എത്തിയ എൻ.ഡി.എ സ്ഥാനാർത്ഥിയോട് തങ്ങളുടെ ദുരിതങ്ങൾ ഓരോരുത്തരായി വിവരിച്ചു. രേഖയില്ല നമുക്ക്. ഇവിടെ മര്യാദക്കുള്ള ഒരു വീടില്ല. വീടെല്ലാം പൊട്ടി പൊളിഞ്ഞ വീടാണ്. ഒരു സർക്കാർ വന്നാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരേക്കർ സ്ഥലമുണ്ട്. പക്ഷെങ്കിൽ ആരുടെ പേരിലും കുറച്ചാളുകളുടെ പേരിലും മാത്രം പട്ടയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീടിനായി ആവശ്യപ്പെട്ടപ്പോൾ ഇത്തവണയും ലൈഫിൽ വീടുകളില്ല എന്നാണ് മറുപടി. പുതിയതായി കിട്ടിയത് ആകെ ഒരു വീടാണ്. അതിന്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയും. വേണ്ടതെല്ലാം ചെയ്യുമെന്നും വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി രഘുനാഥ് പറഞ്ഞു. ഈ കോളനിയിലെ ജനവിഭാഗങ്ങൾക്ക് നീതി ലഭിക്കാൻ നിങ്ങൾ ഇടപെടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ വേദനയോടുകൂടിയാണ് ഈ പ്രദേശത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഏറെ മനസ്സിൽ തട്ടിയാണ് ഞാനിത് പറയുന്നത്. ആളുകളൊക്കെ തന്നെ വളരെ വികാരത്തോടുകൂടി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് അവർ പറയുകയുണ്ടായി. തങ്ങളെ കാണാൻ വന്ന സ്ഥാനാർത്ഥിക്ക് നന്ദി പറഞ്ഞാണ് കോളനിക്കാർ യാത്രയാക്കിയത്. ഇത്തവണ രഘുനാഥ് തന്നെ ജയിക്കുമെന്ന ആശംസകളോടെ. ക്യാമറാമാൻ കെ സുബിത്തിനൊപ്പം അർജുൻ PS, ജനം, കണ്ണൂർ.